സുരേഷ് ഗോപി അതെടുത്തിട്ട് എൻ്റെ അകത്തൊക്കെ കാണിച്ചിട്ട് എൻ്റെ കണ്ടോ ഞാനത് എടുത്തു അപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞു. മോഹൻലാൽ ഇന്നും കണ്ടാ ചോദിക്കുക അതിൻ്റെ കൂട്ട് പറഞ്ഞു തരുമോ. എനിക്ക് ഏതോ ഒരു എയർപോർട്ടിൽ കൂടെ നടക്കും, ബോംബെയിലാണെന്ന് തോന്നുന്നു, അമിതാഭ് ബച്ചൻസ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര എൻ്റെ പേരിൽ ഇതുപോലൊരു പെർഫ്യൂം ഇറങ്ങി കടകളിലിരിക്കണം, ഉർമിള ഉണ്ണീസ് എന്ന് പറഞ്ഞിട്ടൊരു. പക്ഷേ വായിക്കുമ്പോൾ മനസ്സിലാവും ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. അതുകൊണ്ട് ഞാൻ അതോടനെ പബ്ലിഷ് ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ കുളി വളരെ ഫേമസ് ആയിരുന്നു അത്രേ. 3-4 മണിക്കൂർ അദ്ദേഹം കുളിക്കും ഡെയിലി. എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ തലയിലൊരു ആൻറ്റിന വെച്ചിട്ടുണ്ട്, എവിടെ വിവാദം ഉണ്ട് അവിടെ ഇങ്ങോട്ട് പോരുന്നത് വിളിക്കും. ഇവർ മരിച്ചു പോയിട്ട് 60 കൊല്ലം ഈ മണം അവിടെ നിന്നു അത്ര. മാധവിക്കുട്ടീന്ന് കേട്ടിട്ടുണ്ടോ? മാധവിക്കുട്ടിയുടെ വീട് ഇതാണ്, നാലാപ്പാട്ട് തറവാട് എന്നൊക്കെ. മാമ്പഴപ്പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടുന്ന് കഴിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ. ആരുമേ കണ്ടാൽ കൊതിക്കും മദാലസയായിരുന്ന തമ്പുരാട്ടി. ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം ഊർമിള ഉണ്ണിയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്തേ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഭയങ്കര രസമുള്ളൊരു സ്മെല്ലുണ്ടായിരുന്നു. ഭയങ്കര മൂക്കിലൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്, നല്ല രസമുണ്ട്. അപ്പം ഈ വശ്യഗന്ധി എന്നുള്ളൊരു പെർഫ്യൂം ഒരു ബ്രാൻഡ് സ്വന്തമായിട്ട് തുടങ്ങിയ ആളാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ആ ബിസിനസ് ഐഡിയാസിനെ പറ്റിയിട്ടും എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തതെന്നും ഒക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ജൂലൈ 5-ന് ലോക പെർഫ്യൂം ഡേ ആയിരുന്നു. അന്ന് വശ്യഗന്ധിയുടെ ഒരു പുതിയ തൈലം വിപണിയിൽ ഇറക്കിയുണ്ടായി. അത് കൊടുക്കാനായിട്ട് പോയത് സുരേഷ് ഗോപിയുടെ അടുത്തേക്കാണ്. എന്താണ് അദ്ദേഹത്തിന് അത് പ്രസന്റ് ചെയ്യണം എന്നുണ്ടായിരുന്ന ഒരു കാരണം എന്താണ്? ഞങ്ങളുടെ പഴയ ഒരു കൂട്ടാണ് ഈ വശ്യഗന്ധിയായി പെർഫ്യൂമായി ഇപ്പം മാറിയിട്ടുള്ളത്. അപ്പോൾ അത് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരിക്കൽ സിനിമ സെറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും സുരേഷ് ഗോപി, ഞാൻ മരണശയ്യയിലാണ് കിടക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി എൻ്റെ അടുത്ത് വന്ന് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ ശേഷം പുള്ളി ചോദിച്ചു ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള ഒരു കൂട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് എനിക്കൊന്ന് തരുമോ, നോക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ തരില്ല, കാരണം ഞങ്ങളുടെ ഒരു രഹസ്യ കൂട്ടാണ് ഇത്, പബ്ലിക്കായിട്ട് ഞങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. പുള്ളി ഒന്നും മിണ്ടിയില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ അസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു തോമാച്ചനായിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹം എൻ്റെ അസിസ്റ്റൻ്റ് കുട്ടി യാമിനിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ചേച്ചി പറഞ്ഞു ആ പെർഫ്യൂം ഇങ്ങനെ തരാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ അയാൾ പാവം അത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സുരേഷ് ഗോപി അതെടുത്തിട്ട് എൻ്റെ അകത്തൊക്കെ കാണിച്ചിട്ട് എൻ്റെ കണ്ടോ ഞാനത് എടുത്തു എന്നാണ്. അപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ അത് തോമാച്ചനാണ് എടുത്തത്. സുരേഷ് അത് ഇനി ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് സാധാരണ പോലെ പറഞ്ഞു, ഓക്കെ എന്നും പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്ന പെർഫ്യൂം ഇറക്കുമ്പോൾ ഈ വശ്യഗന്ധി ഈ സാധനം ഇതേ മണം തന്നെയാണ്, അത് ഞാൻ സുരേഷ് ഗോപിക്ക് ആദ്യം കൊടുക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഉടനെ എന്നെ സമ്മതിച്ചു. അതിനെന്താ വന്നോളൂ, കോട്ടയത്താണ് ഷൂട്ടിങ് കോട്ടയത്തല്ല പാലായിലായിരുന്നു എന്ന് തോന്നുന്നു ഷൂട്ടിങ് നടക്കുന്ന, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഈ പെർഫ്യൂം കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഫോട്ടോ എടുക്കാനും ഒക്കെ വളരെ ടയേർഡായിരുന്നു അന്ന്, രാത്രിയൊക്കെയാണ് ഷൂട്ടിങ്. എന്നിട്ടും എന്നെ വേണ്ട പോലെ പ്രോത്സാഹിപ്പിച്ച് നല്ല ഗോഡ് ബ്ലെസ് യു ഒക്കെ പറഞ്ഞാണ് വിട്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പെർഫ്യൂം ബ്രാൻഡ് സ്വന്തം പേരിൽ ഇറക്കിയത് സീനത്തമനാണ്. അതിനുശേഷം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഊർമിള ഉണ്ണിയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെനിക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. കാരണം മോഹൻലാലിനോ മമ്മൂട്ടിക്കോ അല്ലേ ഈ സുരേഷ് ഗോപിക്കോ ഒക്കെ സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു പെർഫ്യൂം തുടങ്ങാമായിരുന്നു. കാരണം അവരുടെയൊക്കെ പേരിൽ കുറച്ചുകൂടെ ബ്രാൻഡ് വാല്യൂ വന്നേനെ. പക്ഷെ ഞാനിത് കുട്ടിക്കാലം തൊട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ്. എൻ്റെ പേരിൽ ഊർമിള ഉണ്ണീസ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഏതോ ഒരു എയർപോർട്ടിൽ കൂടെ നടക്കും, ബോംബെയിലാണെന്ന് തോന്നുന്നു, അമിതാഭ് ബച്ചൻസ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര എൻ്റെ പേരിൽ ഇതുപോലൊരു പെർഫ്യൂം ഇറങ്ങി കടകളിലിരിക്കണം, ഊർമിള ഉണ്ണീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും ആഗ്രഹം സാധിക്കാൻ വേണ്ടി തന്നെ എൻ്റെ മകളും ഹസ്ബൻഡുമാണ് എന്നെ സഹായിച്ചത്. ഇപ്പോൾ 3 കൊല്ലമായി വശ്യഗന്ധി പെർഫ്യൂം ഇറക്കിയിട്ട്. അത് പെർഫ്യൂമായിട്ടാണ് ആദ്യം ചെയ്തത്. അതിൻ്റെ നല്ലൊരു വൻ വിജയത്തിനോട് കൂടി ഞാൻ അതിൻ്റെ ഒരു തൈലവും കൂടെ ഇറക്കിയതാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കൊടുത്തത്.
വളരെ അപൂർവമായിട്ടാണ് പെർഫ്യൂം ഉള്ളൊരു ബിസിനസ് ആരെങ്കിലും തുടങ്ങുന്നത്. ഇപ്പോൾ പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അതെങ്ങനെയാണ് തുടങ്ങാനുണ്ടായ ആ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതെങ്ങനെയാണ് തുടങ്ങാന്ന് വെച്ചാൽ, ശരിക്കും പെർഫ്യൂം എന്ന് പറഞ്ഞ സാധനം ലോകത്തെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പെർഫ്യൂം ഇഷ്ടമല്ല എന്ന് പറയുന്ന വളരെ അപൂർവം ചില ആൾക്കാരേ ഉള്ളൂ. ഒരുവിധം എല്ലാവർക്കും, ചിലർക്ക് ലൈറ്റായിട്ടുള്ള മണങ്ങൾ, മൈൽഡ് മണങ്ങളാണ് ഇഷ്ടം, ചിലർക്ക് ഭയങ്കര സ്ട്രോങ് മണങ്ങൾ, അങ്ങനെ പലർക്കും പല ടൈപ്പ് മണങ്ങളായിരിക്കും ഇഷ്ടം. ഈ ലാറ്റിൻകാരാണ് ശരിക്കും, ലാറ്റിൻ വേർഡാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ശരിക്കും പെർഫ്യൂം എന്നുള്ള വാക്ക് ഉണ്ടായത്. പെർഫ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൂമം എന്നാണ് അർത്ഥം. ശരിക്കും പെർഫ്യൂം പുക പോലെ ഉള്ളത്. അത് ഈജിപ്തുകാരാണ് ശരിക്കും ഈ ദൈവിക കാര്യങ്ങൾക്കായിട്ട് പെർഫ്യൂം ഉപയോഗിച്ച് തുടങ്ങിയത്. നമ്മൾ വിചാരിക്കും നമ്മുടെ പൂജയിലും മന്ത്രത്തിലുമാണ് ഈ ചന്ദനത്തിരിയും ഇതൊക്കെ. അങ്ങനെയല്ല, ഈജിപ്തുകാരാണ് ഏറ്റവും ആദ്യത്തെ തുടങ്ങിയത്. അപ്പം തന്നെ ലോകം മുഴുവൻ ഇങ്ങനെ അറിഞ്ഞു വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ കുളിക്കുമ്പോൾ മണം വേണം എന്ന് പറഞ്ഞത് ഒരു റോമൻ ചക്രവർത്തി ഉണ്ടായിരുന്നു, കാരഗല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കുളി വളരെ ഫേമസ് ആയിരുന്നു അത്രേ. 3-4 മണിക്കൂർ അദ്ദേഹം കുളിക്കും ഡെയിലി. പിന്നെ അയാളുടെ വീട്ടിലുള്ള എല്ലാ വീടല്ല, കൊട്ടാരത്തിലെ എല്ലാ പരിചാരകർക്കും അയാൾ പെർഫ്യൂം കൊടുക്കുമായിരുന്നു. എല്ലാവരും ഇട്ടിട്ടേ വരാൻ പാടുള്ളൂ. ഞാനും ഇപ്പം അങ്ങനെയാണ്. എൻ്റെ വീട്ടിലും എല്ലാവർക്കും ഞാൻ പെർഫ്യൂം കൊടുക്കും. ഞാൻ മോൾക്കും ഒരു പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പെർഫ്യൂം കൊടുക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യൂ എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ക്ലിയോപാട്ര അറിയാമല്ലോ. പാട്ര എന്ന് പറഞ്ഞുള്ള പെർഫ്യൂം ഇറങ്ങിയത് തന്നെ ആ ക്ലിയോപാട്രയുടെ പേരിലാണ്. അതുപോലെ നെപ്പോളിയൻ്റെ ഭാര്യയുടെ പേര് ജോസഫിൻ എന്നായിരുന്നേ. നെപ്പോളിയന് 1/2 ഗാലൺ വയലറ്റ് കൊളോൺ ഉപയോഗിച്ചാൽ അത്രേ ഒരു ആഴ്ച കൊണ്ട് കുളിക്കുക. അത്രയും പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജോസഫിൻ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് മസ്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിൽ മുഴുവനും, അതായത് ഇവർ മരിച്ചു പോയിട്ട് 60 കൊല്ലം ഈ മണം അവിടെ നിന്നു അത്രേ. അപ്പോഴും മണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ കുറേ നേരമായിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് കാട് കയറി പോകുന്നു. എനിക്കും ഇതുപോലെ വീട്ടിൽ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ലോകത്തെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ബിസിനസ്സായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പെർഫ്യൂമിലേക്ക് വന്നത്. ഓക്കെ. പണ്ട് കാലത്ത് കൊട്ടാരത്തിലാണ് നിങ്ങളെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ പെർഫ്യൂം? ഇതങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കിയതല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ അപ്പൂപ്പൻ തിരുവല്ല ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിലെയാണ്. എൻ്റെ അമ്മമ്മ തിരുവല്ല നെടുമ്പ്രം കൊട്ടാരത്തിലെ. അപ്പോൾ ഈ അപ്പൂപ്പൻ അമ്മമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ട് കൊടുത്തതാണ് അത്ര ഈ ഒരു പെർഫ്യൂം. നല്ല മണം, ഒരു തൈലമായിരുന്നു അത്. ആ മണം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇവർക്കൊക്കെ ഇതിൻ്റെ കൂട്ടറിയാം. എനിക്കറിഞ്ഞൂടാ സത്യമായിട്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ മണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ പെർഫ്യൂം ഇറക്കുന്ന സമയത്ത് 2-3 കമ്പനിയായിട്ട് ചോദിച്ചിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടൊരാളാണ്, അല്ല ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട്, ചേച്ചി ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞത് ഈ പെർഫ്യൂമിനെ കുറിച്ച്. അങ്ങനെയാണ് ഈ പെർഫ്യൂം, ഈ മണം ഒരു തുള്ളി ഒരു ചെറിയ കുപ്പിയിലാക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് അദ്ദേഹം സ്പ്രേ ആക്കിയിട്ട് എനിക്ക് തരുന്നത്. അപ്പോൾ 50 ബോട്ടിലോളം ഇറക്കിയിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ കിട്ടി. ഇതിൽ ഏത് മണമാണ്? അയ്യോ, വളരെ കഷ്ടപ്പെട്ടു. അതിൽ നിന്ന് ആദ്യം ഒരു 5 എണ്ണയ്ക്കും പിന്നെ ഒരു 10 എണ്ണയ്ക്കും നമ്മൾ ഇതൊന്നും അല്ല, ഞങ്ങളുടെ മണം ഇതല്ല. അങ്ങനെ അവസാനം 50ഓളം ബോട്ടിൽ എൻ്റെ വീട്ടിൽ സ്പ്രേ വന്ന ശേഷമാണ് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത്. ഇതിന് ഞങ്ങളുടെ സ്പ്രേയുമായിട്ട് സാമ്യമുണ്ട്, ഇതെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പെർഫ്യൂം. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ പെർഫ്യൂം? ഇത് ഇറങ്ങുന്നത് ഇപ്പോൾ 3 കൊല്ലമേ ആയിട്ടുള്ളൂ എൻ്റെ പെർഫ്യൂം ബിസിനസ് തുടങ്ങിയിട്ട്. അപ്പോഴാണ് അദ്ദേഹം അത് ഉണ്ടാക്കി തന്നത്. നേരത്തെ പറഞ്ഞല്ലോ അമ്മയ്ക്കാണ് ഇതിന്റെ കൂട്ട് അവസാനമായിട്ട് അറിയാമായിരുന്നു എന്നുള്ളത്. അപ്പൊ അമ്മ എങ്ങനെയായിരുന്നു ഇത് ചെയ്തിരുന്നത്? അതൊക്കെ അറിയില്ല, കണ്ടിട്ടൊന്നുമില്ല. അത് വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഈ പെർഫ്യൂം ഇറങ്ങിയ സമയത്ത് മാഡം തന്നെ എഴുതിയ ഒരു കവിത, അത് ദൃശ്യാവിഷ്കാരമാക്കിയിട്ട് ഒരു വീഡിയോ ഒക്കെ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? അത് എങ്ങനെയാണ് ആ കവിത വന്നതും? ആ കവിത എഴുതിയ ശേഷമാണ് ഈ പെർഫ്യൂമിൻ്റെ ആലോചന ഉണ്ടാവുന്നത്, ഇത് ഇറക്കാമെന്ന്. അപ്പോഴാണ് ഞാൻ ഉത്തരയും ഹസ്ബൻഡിനെയും വെച്ചിട്ട് ആ പാട്ട് തന്നെയാണ് നമ്മൾ പരസ്യമായിട്ട് ഇറക്കിയത്. കവിതയുടെ പേര് തന്നെ വശ്യഗന്ധി എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, കോയിക്കൽ എന്നാണ് കൊട്ടാരത്തിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ അമ്മമ്മയെക്കുറിച്ചാണ് പറയുന്നത്. കോയിക്കൽ കൊട്ടാരം തന്നിലേ സുന്ദരി
പൂർണേന്ദു പോൽ മുഖകാന്തി, നല്ല ഭംഗിയുള്ള ചന്ദ്രനെ പോലെ. രാജകീയ പ്രൗഢി ശംഖിനി പത്മിനി മാരേ വെല്ലും രൂപഭംഗി, അത്ര ഭംഗിയുള്ള സ്ത്രീയായിരുന്നു. ആരുമേ കണ്ടാൽ കൊതിക്കും മദാലസയായിരുന്ന തമ്പുരാട്ടി. അങ്ങനെയായിരുന്നു. അത്രയും കണ്ടാൽ സുന്ദരിയും മദാലസയും ആയിരുന്നു ആ തമ്പുരാട്ടി. അദ്ദേഹം പിന്നെ അങ്ങോട്ട് കവിത കുറേ ഉണ്ട് കേട്ടോ, ഞാൻ മുഴുവൻ ചൊല്ലുന്നില്ല. അങ്ങനെയാണ് മുത്തശ്ശൻ ചാപ്പൂപ്പൻ കണ്ട് ഇഷ്ടപ്പെട്ടതും. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സുഗന്ധദ്രവ്യങ്ങളും മണിമാലകളും ഒക്കെ കൊടുത്തു എന്നാണ് കവിതയുടെ കുറേ എൻ്റെ സങ്കല്പങ്ങളാണ്, കുറച്ച് സത്യമായിട്ട് ഉണ്ടായതുമാണ്, അത്രയേ ഉള്ളൂ. ബാക്കി കവിത എഴുതുമ്പോൾ നമ്മളങ്ങ് എഴുതുമല്ലോ സാഹിത്യമായിട്ട്, അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ കവിത. അപ്പോൾ ആ കവിത തന്നെ വേണം ഇതിന് പരസ്യമായിട്ട് എന്ന് തീരുമാനിച്ചിട്ടാണ് ഉത്തരെ കൊണ്ട് അത് ഒരു നൃത്താവിഷ്കാരം ചെയ്ത് നമ്മളത് ഇറക്കിയത്. ഇത്രയും കാലത്തിനിടയ്ക്ക് വേറൊരു പെർഫ്യൂം യൂസ് ചെയ്തിട്ടില്ലേ? അയ്യോ, ഞാൻ യൂസ് ചെയ്യും. ഞാൻ എവിടെ എന്ത് പരസ്യം കണ്ടാലും ഏത് പെട്ടിക്കടയിൽ പോയാലും ഞാൻ കുഞ്ഞായാലും ഒരു പെർഫ്യൂം വാങ്ങിക്കും. എനിക്ക് മണങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമാണ്. അതുകൊണ്ട് എന്നും നമുക്ക് പ്രശ്നം കേട്ടോ, ജലദോഷം ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല നമുക്ക്. ഞാൻ എപ്പോഴും പെർഫ്യൂംസ് ധാരാളം വാങ്ങിക്കാറുണ്ട്. എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട്, വിജയകുമാർ എന്ന് പറഞ്ഞിട്ട്. അയാൾ ലണ്ടനിലാണ്, അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹമാണ് എനിക്ക് കൂടുതലും പെർഫ്യൂംസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതും എനിക്ക് അയച്ചു തരുന്നതും ഒക്കെ. അതിലെപ്പോഴും ഒരു കുറിപ്പ് വെച്ചിട്ടാണ് അയച്ചു തരിക പെർഫ്യൂം, നാട്ടിൽ വരുമ്പോൾ കൊണ്ടു തരുമ്പോൾ. അപ്പം ഞാനും അതുപോലെ തന്നെ പെർഫ്യൂം ഇറക്കിയപ്പോൾ ഞാൻ അതിനകത്തൊരു കുറിപ്പ് വയ്ക്കും. മിക്കവാറും സ്നേഹപൂർവ്വം ഊർമിള ഉണ്ണിന്ന് കുറേ അധികം ഓർഡർ ഉള്ളപ്പോൾ എഴുതും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കത്ത് പോലെ എഴുതും. ഞാൻ അറിയാത്ത ആർക്കൊക്കെയോ ആണ് ഞാൻ പെർഫ്യൂം കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഉള്ളിലുള്ള സ്നേഹം അത് ഞാൻ അവരോട് പങ്കിടും. അതെനിക്കത് വലിയൊരു നിർബന്ധമാണ്. അവർ ഇത്ര ഇഷ്ടമായിട്ടല്ലേ ഇത് വാങ്ങുന്നത്. കാരണം നമുക്കൊരു ഡ്രസ്സാണെങ്കിൽ നമുക്ക് കണ്ടിട്ട് വാങ്ങാം അല്ലേ. നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ കാണാറുണ്ട്, നോക്കി വാങ്ങാം. പക്ഷെ പെർഫ്യൂം ഒരിക്കലും അങ്ങനെ ഒരു വിശ്വാസമാണ്, എന്നോട് ഓരോരുത്തരും ചെയ്യുന്നൊരു വിശ്വാസം. അത് ഞാൻ കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെ പോയാൽ നന്നായിരുന്നു. അത് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ടച്ച് വുഡ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ അവർക്കൊരു കത്ത് പോലെ എഴുതാറുണ്ട്. അങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് എത്തിക്കുന്നത്. ഓരോ ബോട്ടിലിനകത്തും ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതി വെക്കാറുണ്ട്. പാരമ്പര്യമായി കിട്ടുന്ന ഒരു സുഗന്ധം എന്ന് പറയുന്നു. അപ്പോൾ ഈ സുഗന്ധത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഇത് കൊള്ളാലോ എന്ന് ചോദിച്ചത് ആരായിരിക്കും? എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച കുട്ടികളുടെ റീയൂണിയൻ ഈയിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ. അവർ കണ്ട ഉടനെ പറഞ്ഞു, ഊർമിളയുടെ പെർഫ്യൂം ഏതാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, നിന്റെ പണ്ടത്തെ മണം തന്നെയാണ് ഇപ്പോഴും. അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ മണമാണ് ഈ പെർഫ്യൂമായിട്ട് ഇപ്പം സ്പ്രേ ആക്കി ഇറക്കിയിട്ടുള്ളത്. അപ്പം അത്രയും കാലം മുമ്പ് മുതലേ കുട്ടികൾക്ക് ഇത് അറിയാമായിരുന്നു. അവരെ എല്ലാവരും വയസ്സായി, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ഓർമ്മയിലാണ് ഇത് കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വരെ അറിയാം. പിന്നെ അതിന് ശേഷം സിനിമയിൽ എല്ലാ ലൊക്കേഷനിലും എന്നോട് അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. അവരൊക്കെ പറയുന്നത്, ഊർമിള ചേച്ചി പണ്ട് ഞങ്ങൾ ആ സീരിയൽ ചെയ്യുമ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ അന്ന് അടുത്ത് വന്നിരുന്നപ്പോൾ കിട്ടിയ മണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് സിനിമയിലെല്ലാവർക്കും ഇത് സുപരിചിതമായത്. മോഹൻലാൽ ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ്? മോഹൻലാൽ ഇന്നും കണ്ടാൽ ചോദിക്കുക അതിൻ്റെ കൂട്ട് പറഞ്ഞു തരുമോന്ന്. അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ റീലുകൾ, സിനിമാ രംഗത്തുള്ള ഒരുപാട് ആളുകളുടെ, മഞ്ജുപിള്ള അടക്കമുള്ള ആളുകളുടെ റീലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പെർഫ്യൂമിൻ്റെ റിവ്യൂ പോലെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ, സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെർഫ്യൂമിൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ സഹപ്രവർത്തകരാണ്. അതായത് എൻ്റെ സഹപ്രവർത്തകരെന്ന് തന്നെ പറയാം. ഓരോരുത്തരും ഈ പെർഫ്യൂം വാങ്ങിക്കഴിഞ്ഞിട്ട്, ഇപ്പോൾ സീനത്തായാലും അംബിക മോഹന, തെസ്നീഖാൻ, വീണ ആൻ്റണി, പൊന്നമ്മ ബാബു, എല്ലാവരും ഈ പെർഫ്യൂം കൈ കിട്ടിയ ഉടനെ വീഡിയോ എടുത്ത് അയച്ചു തരും. എനിക്ക് ഊർമിള വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പലരും ഇതിന് വേണ്ടി തന്നെ, ഇപ്പോൾ അതായത് ഒരു വീഡിയോഗ്രാഫറെ വിളിച്ചെടുത്തവരുണ്ട്, അത്രയും വിസ്തരിച്ചൊരു പരസ്യം പോലെ എടുത്ത് ഫ്രീ ആയിട്ട് തന്നവർ. അവരൊക്കെ കാരണമാണ് ഈ പെർഫ്യൂം വിജയിക്കുന്നത്. അതിന് ഞാൻ അവരോടൊക്കെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നടിയും നർത്തകിയും ഒക്കെ ആയിരുന്നു, അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ബിസിനസ്സുകാരി എന്നുള്ള ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് ഫീൽ ചെയ്യുന്നത്? ഇത് വേറൊരു ലോകമാണ് കേട്ടോ. കാരണം സിനിമയും സീരിയലുമായിട്ട് ഒരുപാട് തിരക്കിലായിരുന്നു കുറേ വർഷങ്ങളോളം. പിന്നെ ഇതൊക്കെ വന്നില്ലേ, വെള്ളപ്പൊക്കം, കൊറോണ, അതൊക്കെ അടുപ്പിച്ച് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ പേര് അങ്ങ് ഡൗണായി.
പക്ഷേ അക്കാലത്തും നമ്മൾ എന്ത് ചെയ്യണം എന്നാലോചിച്ച് വെറുതെ ഇരുന്നില്ല. ഡാൻസ് ക്ലാസ്സും ഒക്കെ ഓൺലൈനായിട്ടൊക്കെ മോളുടെ ക്ലാസ്സുകളൊക്കെ പോയിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഈ പെർഫ്യൂമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ അതിൽ കൂടെ തന്നെ ഇവിടം വരെ എത്തി. അപ്പോൾ വശ്യഗന്ധിയിൽ എത്തിയപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ഓരോ കഥാപാത്രത്തിൻ്റെ പേരൊക്കെ വിളിക്കുമായിരുന്നേ. സീരിയലൊക്കെ ചെയ്യുമ്പോൾ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ കാണുന്നതാണല്ലോ. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പേര് നമ്മൾ ക്രൗഡിൽ വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നാണ് മറ്റേ സിനിമയിലുണ്ടായിരുന്ന മറ്റേ അപരിചിതൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അതിൽ ഓജോ ബോർഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതും പലരും എന്നെ കാണുമ്പോഴേ ഓജോ ബോർഡ് ചേച്ചി പോകണമെന്ന് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ പക്ഷേ എവിടെ ചെന്നാലും അയ്യോ വശ്യഗന്ധി വരുന്നു എന്ന്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ആ പേര് ഇത്രയും ഫേമസ് ആയല്ലോ അല്ലേ, ഒരു സിനിമയെക്കാട്ടിലും ഒക്കെ ഫേമസ് ആയിപ്പോയി. അതെനിക്ക് സന്തോഷമുണ്ട്. അത് ബിസിനസ് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്റർപ്രണർ അങ്ങനെ പറയാൻ പറ്റും. എങ്ങനെയാ ആളുകൾക്ക് ഇത് കിട്ടേണ്ടത്? എങ്ങനെയാ ഇതിന്റെ? ഞങ്ങൾ വാട്സപ്പിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഡെയിലി വരും. അതിൽ കേട്ട് തന്നെയാണ് ആൾക്കാർ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും. ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ആ ഉണ്ണിയേട്ടനാണ് കേട്ടോ എല്ലാം നോക്കുന്നത്, ഞാനല്ല. ഉണ്ണിയേട്ടൻ ഇതെല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെ ട്രാക്കിംഗ് ഒക്കെ നോക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളവർക്കാണെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് ആണെങ്കിൽ കൊറിയറായിട്ട് തന്നെ അയക്കണം. അല്ല അടുത്തുള്ളതാണെങ്കിൽ ചില കൊണ്ടു കൊടുക്കാറുണ്ട് വീടുകളിൽ. അങ്ങനെയൊക്കെ എല്ലാ ഹെൽപ്പും ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ണിയേട്ടൻ നിൽക്കുന്നുണ്ട്. സിനിമയിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് 5 വർഷത്തോളമായി. എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയത്? അയ്യോ, മാറി നിന്നിട്ടില്ല, മാറി നിൽക്കണമില്ല. ഇപ്പോൾ ന്യൂജൻ സിനിമ വന്നപ്പോൾ വിളിക്കാറില്ല. പുതിയ അമ്മമാരും ഒക്കെയല്ലേ അഭിനയിക്കുന്നത്, ആരും വിളിക്കാറില്ല. അങ്ങനെ അപൂർവം ചില സീരിയൽസിൽ ഇപ്പോഴും വരാറുണ്ട്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് കുറച്ചതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇതിൽ ഹാപ്പിയാണ് ഇപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് കൂടുതൽ സമയം വീട്ടിൽ വേണം ഇത് പാക്ക് ചെയ്യാനും അഡ്രസ്സ് എഴുതാനും. കുറേ ടൈം, ഒരു മോർണിംഗ് ടൈം ഫുൾ ഞാൻ എൻഗേജ്ഡ് ആണ് ഇപ്പോൾ. ഇത്രയും വർഷക്കാലം സിനിമയിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ മാറി നിൽക്കുമ്പോൾ മാനസികമായിട്ടൊരു പ്രയാസം തോന്നാറില്ല? ഇല്ല, അതുണ്ടാവില്ല. ഇത് ബിസിയാണ്. ഇത് ശരിക്കും രാവിലെ തൊട്ട് ഉച്ചവരെ ഒരു മിനിറ്റ് എനിക്ക് വെറുതെ ഇരിക്കാൻ വീട്ടിൽ സമയമില്ല. അത്രയും പണിയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൻ്റെ പേപ്പർ പ്രിൻറ്റിങ്, അതിൻ്റെ സ്റ്റിക്കർ ഉണ്ടാക്കൽ, ഒട്ടിക്കൽ, പരസ്യം മുഴുവൻ നമ്മൾ തന്നെ ഉണ്ടാക്കുമല്ലോ. എഴുതി ഉണ്ടാക്കും. ഫുൾ പരസ്യങ്ങൾ ഞാൻ എഴുതുന്നത് ഉണ്ടാക്കുന്നതും ഒക്കെ. ചിലപ്പോൾ അതിൻ്റെ ഷൂട്ടുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ ഇതെടുക്കുന്നുണ്ട്, സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എനിക്കിപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനും സമയം കിട്ടും. രാവിലെ തൊട്ട് ഉച്ചവരെ ഇത് തിരക്കായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീട്ടിലൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക, വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടുത്തിടെ കണ്ട മലയാളം സിനിമ ഏതാണ്? ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ സിനിമകളോടൊക്കെ? ന്യൂജൻ സിനിമയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാലും പുതിയ ആൾക്കാരുടെ ആ ഒരു വ്യത്യാസമായിട്ടുള്ള രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റയാളെയും നമുക്ക് പരിചയമില്ലാത്തവരായിരിക്കും, അമ്മയായാലും അച്ഛനായാലും സുഹൃത്തുക്കളും. ആ മെയിൻ നായകനെ മാത്രമേ അറിയുള്ളൂ. പക്ഷേ എനിക്കിഷ്ടമാണ് പുതിയ സിനിമകൾ. ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണും. ബാക്കി വീട്ടിൽ ഇരുന്നും കാണാറുണ്ട്. അവസാനം കണ്ട സിനിമ ഞാൻ മോഹൻലാലിൻ്റെ തുടരും. എനിക്ക് വലിയ ഇഷ്ടമായി. നല്ല സിനിമ. മലയാള സിനിമാ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലമൊന്നും പുതിയ തലപ്പത്തൊക്കെ വന്നിരിക്കുന്നതൊക്കെ സ്ത്രീകളാണ്. അമ്മയുടെ തലപ്പത്തൊക്കെ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് നന്നായിരിക്കണോ. വളരെ ശ്വേതാ മേനോൻ നല്ല മിടുക്കത്തിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു മാറ്റമാണ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഇപ്പോൾ അഭിനയത്തിലായാലും നൃത്തത്തിൽ നിന്നായാലും മാറി നിന്നിട്ട് ഒരുപാട് കാലങ്ങളായി. എന്തെങ്കിലും രീതിയിലൊക്കെ ആ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യിക്കണം എന്ന് തോന്നിയിട്ടില്ലേ? നമ്മൾക്ക് ഓരോ കലകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് മുറിക്കാൻ പറ്റില്ല, വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. എനിക്ക് ഡാൻസ് വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് വിചാരിച്ച് കുറച്ച് വർഷം മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യ പ്രശ്നങ്ങളും തടി കൂടലും ഒക്കെ വന്നപ്പോൾ ഞാനൊന്ന് സ്വയം അതിൽ നിന്ന് പിന്മാറി എന്ന് വെച്ച് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇരിക്കാറുണ്ട് ഉത്തരയുടെ കൂടെ. ഉത്തരയാണ് മുഴുവൻ ക്ലാസ് എടുക്കുന്നതൊക്കെ. പക്ഷേ കൂട്ടത്തിൽ അത്യാവശ്യ അഭിനയം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞാൻ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. വിവാദങ്ങളിലൊക്കെ ഒരുപാട് വന്ന് വിട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും വിവാദമാകുന്ന ഒരു സ്റ്റേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം വിവാദങ്ങളെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്, ഞാൻ തലയിൽ ഒരു ആൻറ്റിന വെച്ചിട്ടുണ്ട്, എവിടെ വിവാദം ഉണ്ട് അവിടെ ഇങ്ങോട്ട് പോരുന്നത് വിളിക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു കണക്കിന് നല്ലതാണ്. ഇടയ്ക്ക് വിവാദം വരുമ്പോൾ നമ്മളും സ്വയം ഒന്ന് തിരിച്ചറിയും. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ കമൻസ് വായിക്കാതിരിക്കുക എന്നുള്ളതിന് ഭയങ്കര ഒരു മെൻ്റൽ പവർ വേണം. നമ്മളുടെ ഫോട്ടോ വെച്ചിട്ട്
മുകളിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഉണ്ടാവും, അതിൻ്റെ താഴെയാണ് ഈ കമൻസ് വരുന്നത്. അത് വായിക്കരുത്. നല്ലതായാലും കേൾക്കണ്ടെന്ന് തീരുമാനിക്കണം. ചിലപ്പോൾ നല്ല കമൻസ് ആയിരിക്കും വരുന്നത്, പക്ഷെ നമ്മൾ വായിക്കരുത്. അത് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ചിലപ്പോൾ മനപ്രയാസം വന്നാലോ, അപ്പം അത് നോക്കാതിരിക്കുക. എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ പബ്ലിക് ഇതിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല. എൻ്റെ ബിസിനസ് ഇപ്പോൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വഴിക്കാണല്ലോ പോകുന്നത്. അപ്പം എനിക്ക് അതിൽ ഇടാതിരിക്കാൻ പറ്റില്ല, അതിൽ നിന്ന് മാറാനും പറ്റില്ല. ഞാൻ ചെയ്യുന്ന ജോലി അങ്ങനെയുമാണ്. ഒരു പബ്ലിക് ഫിഗർ അല്ലേ, എന്തൊക്കെയായാലും സിനിമയും സീരിയലും ഇഷ്ടംപോലെ ചെയ്ത ആളല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ കാണുക. എൻ്റെന്നല്ല, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ പോലും നെഗറ്റീവ് കമൻസ് വായിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ആരെങ്കിലും വിളിച്ചതാ ഇങ്ങനെ ഇന്നാളെക്കുറിച്ച് ഞാൻ നോക്കില്ല. എനിക്ക് അവരെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ആ മതിപ്പ് മാറ്റുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, 3-4 പുസ്തകങ്ങളുണ്ട്. ഇനി ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണെന്ന് പറയുന്നത്, ആത്മകഥയാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് അധ്യായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടാണ് പ്രസിദ്ധീകരിക്കാത്തതെന്ന് പറയുന്നത്. എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ എന്നായിരിക്കും അങ്ങനെ ഒരു പുസ്തകം വെളിയിൽ വരിക? ഞാൻ അനുഭവക്കുറിപ്പുകൾ ആദ്യ ഒരെണ്ണം എഴുതിയിരുന്നു. അതിലൊരു 25 കഥകളല്ല, അനുഭവം കഥ പോലെ ചിന്തിച്ച് എഴുതിയത് ഉണ്ട്. ഇപ്പോൾ 25 കൂടെ വീണ്ടും അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ചുരണ്ടിയെടുത്ത് ഉണ്ടാക്കി. 25 അത് എഴുതി വന്നപ്പോൾ 50ആയി. 50 ആർട്ടിക്കിൾസ്, ലേഖനങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിലിപ്പോഴും എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യത്തെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ പലരുടെയും പേരൊക്കെ മാറ്റിയും അങ്ങനെ ആർക്കും ഒരു വിഷമം ഉണ്ടാവരുതല്ലോ, എൻ്റെ തന്നെ കാര്യങ്ങളാണ് അങ്ങനെ എഴുതിയത്. പക്ഷേ ഇപ്രാവശ്യം എഴുതിയ പുസ്തകത്തിൽ കുറേ കൂടെ പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും വിവാദങ്ങൾ വരാം. എത്ര പേര് വെച്ചിട്ടില്ലെങ്കിലും വേറെ വല്ല ഫേക്ക് നെയിമായിരിക്കും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷേ വായിക്കുമ്പോൾ മനസ്സിലാവും ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. അതുകൊണ്ട് ഞാൻ അതോടനെ പബ്ലിഷ് ചെയ്യില്ല. എഴുതി ഇങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും പബ്ലിഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഞാനത് ഉടനെ ഉണ്ടാവില്ല. എഴുത്തുകളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നല്ല രസമുള്ള എഴുത്തുകളാണ്. അപ്പോൾ ഈ എഴുത്ത് എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അത് എവിടെ നിന്നാണ് വന്നത്? ആരാണ് അതിനൊരു? അത് എൻ്റെ അച്ഛൻ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം ബുക്ക് വായിപ്പിക്കുമായിരുന്നു നിർബന്ധമായിട്ടും വീട്ടിലിരുന്ന്. ഞാനും ചേച്ചിയും ഒക്കെ ഞങ്ങളൊക്കെ ഐതിഹ്യമാല കഥകളും ഒക്കെ കേട്ട് വളർന്നവരാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ. പിന്നെ അന്നും അതെ, ഇത് രാമായണവും ഭാരതമൊക്കെ നിർബന്ധിച്ച് പറയിപ്പിക്കും. എനിക്കിപ്പോഴും മുഴുവനൊന്നും അറിയുന്നില്ല, എന്നാലും വേണ്ടില്ല, അറിയാനുള്ളൊരു ഇത് വന്നു. അന്നത്തെ ആ വായന കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ അച്ഛനാണ് പറഞ്ഞ് ഈ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ കൊണ്ടുതന്ന് വായിപ്പിക്കുക. പിന്നെ ഈ എലിയങ്ങാട്ട് കോവിലകം എന്നാണ് എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ തറവാടിന് പേര്. അവിടെ എലിയങ്ങാട്ട് കോവിലകത്തേക്ക് പണ്ട് പോവും. എന്നുവെച്ചാൽ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ അവിടെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററും അവിടുത്തെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെയുള്ള ചേച്ചിമാരൊക്കെ പറയും, മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? മാധവിക്കുട്ടിയുടെ വീട് ഇതാണ്, നാലാപ്പാട്ട് തറവാട് എന്ന് പറഞ്ഞിട്ട്. ഈ എലിയങ്ങാട്ട് കോവിലകത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് മാധവിക്കുട്ടിയുടെ തറവാടുള്ളത്. അപ്പോൾ അവർ വലിയ എഴുത്തുകാരിയാണ്. അപ്പോൾ അന്നൊക്കെ ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലമാണ്. അങ്ങനെ അവർ ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ബോംബെക്ക് പോയി, കല്യാണം കഴിഞ്ഞ് പോയി. പക്ഷേ അവരുടെ പുസ്തകങ്ങളും അവരുടെ കവിതകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതുവേ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു എഴുത്തുകാരിയാണല്ലോ. നമ്മളിലൊക്കെ അവരുണ്ടെന്ന് നമ്മൾ കാണും. ഒരു എഴുത്തുകാരി ആയിക്കഴിഞ്ഞാൽ എനിക്ക് മാധവിക്കുട്ടിയെ പോലെ എഴുതണം അങ്ങനെ വിചാരിച്ച്. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്ന ശേഷം അവരായിട്ട് നല്ല അടുപ്പായി. ഞാൻ ഇടയ്ക്ക് ഫ്ലാറ്റിൽ പോകാറുണ്ടായിരുന്നു, കാണാനൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അന്നും എന്നോട് എപ്പോഴും പറയും, നോക്കൂ കുട്ടി, മാമ്പഴപ്പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടുന്ന് കഴിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയും. ഭയങ്കര സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. അതൊക്കെ കുറേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അടുപ്പുള്ള സുഹൃത്തായിരുന്നു വിലാസിനി എന്ന പേരുള്ള മേനോൻ സാറ്, MK മേനോൻ സാറ്. സാറിൻ്റെ അവകാശികളും ഊഞ്ഞാലും തുടരും കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, തുടക്കമൊക്കെ. അപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് പറഞ്ഞു തന്ന് എഴുത്തിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ആരാധികയായിരുന്നു അദ്ദേഹത്തിൻ്റെ. മാധവിക്കുട്ടി ഒരു സിനിമയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അയ്യോ, അത് വലിയൊരു കഥയാണ്. അവരാദ്യമായിട്ട് നഷ്ടപ്പെട്ട നീലാംബരി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ, അന്ന് ഞാൻ എറണാകുളത്ത് വന്ന കാലമാണ്. അന്ന് 10-30 വർഷം മുമ്പ് എന്നോട് ചോദിച്ചു,
ഇതിൽ ഊർമിള അഭിനയിച്ചാൽ മതി കേട്ടോ, എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അത് നടന്നില്ല. ഞങ്ങളത് അന്ന് ABC കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉള്ള കാലം, അമിതാഭ് ബച്ചൻ്റെ, അവിടെയൊക്കെ പോയി അത് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ട് പിന്നെ നടക്കാതെ പോയൊരു സ്വപ്നമായി തീർന്നു ഈ നഷ്ടപ്പെട്ട നീലാംബരി. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ട് സംയുക്ത വർമ്മ അത് അഭിനയിച്ചു, മഴ എന്നുള്ള പേരിൽ, ചേച്ചിയുടെ മോള് ലെനിൻ രാജേന്ദ്രൻ്റെ പടം. അങ്ങനെയാണ് അത് ഇറങ്ങുന്നത്. അതും കഴിഞ്ഞിട്ട് ഇവർ മരിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുന്നേ കുറച്ച് കാലം മുൻപ് വസ്ത്രങ്ങളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടൊക്കെ മ്യൂറൽ ചിത്രകല കേരള സാരിയിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അത് 2005, 2006 ആ കാലഘട്ടത്തിലാണ്. അന്ന് എനിക്ക് തലയിൽ ഉദിച്ച ഒരു ഐഡിയയാണ് ഈ ആ ടൈപ്പ് പെയിൻറ്റിങ്സ്, അല്ലെങ്കിൽ ആ ടൈപ്പ് മുഖങ്ങൾ, പൂക്കൾ, ഇലകൾ ഒക്കെ സാരിയിൽ ചെയ്താൽ എങ്ങനെയിരിക്കും. അന്നൊന്നും സാരിയിൽ ഫിഗേഴ്സ് വരുന്ന കാലമല്ല കേട്ടോ. അന്നൊക്കെ പൂക്കളും ബോർഡർ മാത്രമേ ഉള്ളായിരുന്നു സാരിയിൽ. ഈ മുഖങ്ങളൊക്കെ എടുത്ത് വരയ്ക്കാം എന്ന് തോന്നിപ്പിച്ചത് എൻ്റെ തലയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ആരും ചെയ്തതായിട്ട് അന്നത്തെ ഓർമ്മയിലില്ല എനിക്ക് ആരുടെയും ഐഡിയ നല്ല കിട്ടി, എൻ്റെ തലയിൽ തോന്നിയ ഐഡിയ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സംയുക്തയ്ക്കും ബിജുമേനും വേണ്ടിയിട്ട് ഒരു ഷോളും ഒരു കുർത്തയും വരച്ച് കൊടുത്തത്. അത് പിന്നീട് പലരും അയ്യോ എന്നാൽ ഞങ്ങൾക്ക് വരച്ച് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് തോന്നി ഞാൻ തന്നെ ഇരുന്ന് വരയ്ക്കൽ നടക്കില്ല, എനിക്ക് ഒരു സാരി വരയ്ക്കണമെങ്കിൽ ഒരു മാസം വേണം. അപ്പം ഞാൻ നന്നായി വരയ്ക്കുന്ന ഒരാളെ വിളിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് സ്ഥിരമായിട്ട് വീട്ടിലിരുത്തി സാരികൾ വരപ്പിച്ച് എക്സിബിഷൻസും ഒക്കെ ആ കാലത്ത് ദുബായിലും ബാംഗ്ലൂരും ഒക്കെ നടത്തിയിട്ടുണ്ട്. നല്ല സക്സസ്ഫുൾ ആയിരുന്നു ആ കാലത്ത്. പക്ഷേ എത്രയോ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു 5-6 കൊല്ലം ഞാൻ നന്നായി കൊണ്ടു നടന്നുണ്ട്, ഒരു 10 കൊല്ലം കഷ്ടി കൊണ്ടു നടന്നുണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ പ്രിൻ്റ് ഇറങ്ങി. പ്രിൻ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പകുതി വിലയ്ക്ക് കിട്ടില്ലേ. ഒരു സാരി ഞാൻ വരപ്പിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഹാൻഡ് പെയിൻറ്റഡ് സാരീസ് പ്രിൻ്റായിട്ട് ഇറങ്ങുമ്പോൾ സകല ഗുരുവായൂരൊക്കെ പോയ എല്ലാ കടയിലും കാണാം നമുക്ക് മ്യൂറൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും കോമൺ ആയപ്പോൾ ഞാനത് നിർത്തി, വരയ്ക്കൽ നിർത്തി. വല്ല ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും മനസ്സിൽ ഈ ഐഡിയ തോന്നുകയാണെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരെണ്ണം വരയ്ക്കും, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ചെയ്യാറില്ല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. അതെ അതെ, അതാത് കാലങ്ങളിൽ അതാത് വേഷം കെട്ടണം നമ്മൾ. അപ്പൊ അതിൽ പിടിച്ചു നിൽക്കാന്നുള്ള അതിൽ ആരാണ് ഹെൽപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ സ്വന്തം ഐഡിയാസ് ഒക്കെ വെച്ചിട്ടാണോ? ഐഡിയാസ് മുഴുവൻ എൻ്റെ തന്നെയാണ്. പക്ഷെ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഉണ്ണിയേട്ടൻ തന്നെയാണ് കൂടെ നിൽക്കുന്നത്. പിന്നെ മോളുടെ ഹസ്ബൻഡ് നിതേഷ്, അവർ നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് മനക്കെട്ടി വേണം. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫേസ്ബുക്കില്, വാട്സപ്പില് എന്തെങ്കിലും കമന്റുകളൊക്കെ വരുമ്പോഴത്തേക്കും വിഷമിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്? വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാമത് സ്ത്രീയാണ്, പിന്നെ ആർട്ടിസ്റ്റാണ്. എപ്പോഴും കലാകാരന്മാർക്കും കലാകാരികൾക്കുള്ളിൽ വേദനയൊക്കെ ഉണ്ടാവും നമ്മളതിന്. പക്ഷെ അതിൽ നിന്നാണ് എഴുത്തുണ്ടാവുന്നത് അല്ലേ. മനസ്സൊന്ന് പതറുന്ന സമയത്താണ് അതിനെക്കുറിച്ച് എഴുതണം, എന്തെങ്കിലും ഒരു ഓർമ്മ വരുമ്പോൾ അപ്പോൾ ഉടനെ വെക്കുമ്പേനെ എടുത്ത് എഴുത്ത് തുടങ്ങും. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയതേ അല്ല ബിസിനസ്. ഞാനൊരു ബിസിനസ്സുകാരിയേ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയും, എൻ്റെ ഈ മണം വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നോ. പല ഇൻ്റർവ്യൂവിലും പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എൻ്റെ മണം ആരും എടുക്കരുത്, അത് ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ പെർഫ്യൂം എന്നൊക്കെ. എൻ്റെ ഒരു ദിവസം അതങ്ങ് പെർഫ്യൂമാക്കാൻ തീരുമാനിച്ചു, ഇറക്കി, സക്സസ് ആയപ്പോൾ എനിക്ക് തന്നെ ഇത് ഗുണം. അപ്പം ഞാൻ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷെ ഞാനൊരു നല്ല ബിസിനസ്സുകാരിയല്ല, പണം ഉണ്ടാക്കാനല്ല. എനിക്കറിയില്ല അതാണ് രീതിയൊന്നും. ഇപ്പോഴും ഞാൻ എൻ്റെ ചെറിയ സ്വിഫ്റ്റ് കാറും ചെറിയ വീടും സ്വസ്ഥമായിട്ട് തന്നെ ജീവിക്കുന്നതാണ്. അപ്പൊ ഇത് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യും? ഇത് കാലങ്ങളിൽ മുന്നോട്ട് മാർക്കറ്റിലേക്ക് അങ്ങനെ ഇപ്പോഴും കൊറിയർ വഴിക്ക് തന്നെയാണ്, വാട്സപ്പും കൊറിയറും തന്നെയാണ് എൻ്റെ രീതി. ആ രീതിക്ക് നന്നായി പോകുന്നുണ്ട്. ഞാനൊരു കട തുടങ്ങാനൊന്നും തൽക്കാലം ആലോചനയില്ല, ഇങ്ങനെ തന്നെ നന്നായി പോകും. പിന്നെ സിനിമയിലേക്കൊക്കെ എന്നാണ് വരുന്നത്? അത് വിളിച്ചാൽ പോവും, നല്ല പടം വരുമ്പോൾ പോവും. ഇപ്പം ഞങ്ങളുടെ തലമുറയിലെല്ലാവരെയും അധികം കാണാറില്ല സിനിമകളിൽ. സ്വന്തമായിട്ട് ഒരു സിനിമ എഴുതണമെന്നും അല്ലെങ്കിൽ ഒരു സംവിധാനം ചെയ്യണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും സെക്ഷനാ എല്ലാ എഴുത്തും. മകളിപ്പോ ഒരു സിനിമ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ബാബ എന്നാണ് എൻ്റെ പേര്. ഉത്തര പഠിച്ചതും സിനിമയും ഡാൻസും ആണ്. അപ്പം എല്ലാം ആ വഴിക്ക് തന്നെ എൻ്റെ ഇഷ്ടങ്ങളാണ് അവളിൽ ഞാൻ കാണുന്നത്, എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ അവളിൽ കൂടെ പൂർത്തീകരിക്കുന്നത്. പാരമ്പര്യമായി കിട്ടിയ കുറേ കലകളും എന്താ പറയാ. അച്ഛൻ നല്ല കലാകാരനായിരുന്നു.
അതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ഞാൻ അച്ഛനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു കല അല്ലെങ്കിൽ എഴുത്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സുഗന്ധമായാലും അല്ലെങ്കിൽ വരയായാലും ഒക്കെ മറ്റു രീതികളിൽ കൂടി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ബിസിനസ് എന്നുള്ളൊരു ആശയമല്ല, പണമുണ്ടാക്കാനല്ല എന്ന് പറയുന്നു, അത് അതിനെക്കാട്ടി വലിയൊരു സംഭവമാണ്. ഇപ്പം ലോകം മുഴുവനും ഈ വശ്യഗന്ധി എന്നുള്ള പെർഫ്യൂം അറിയപ്പെടട്ടെ എന്ന് വളരെ ആഗ്രഹമുണ്ട്. അത്രയ്ക്കും നല്ലൊരു പ്രോഡക്റ്റാണ്. കിട്ടിയപ്പോൾ തന്നെ അതെ അതെ മനസ്സിലായി. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. റിപ്പോർട്ടർ ചാനലിലേക്ക് വരാൻ പറ്റുക ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. നല്ലൊരു ഇൻ്റർവ്യൂ തരാൻ പറ്റി, സന്തോഷം കേട്ടോ.